ഹലോ, ഇന്ന് വിറകടുപ്പിലുണ്ടാക്കിയ ഒരു നാടൻ ഉച്ചയൂണാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉച്ചയൂണാണ് കേട്ടോ ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പം എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ആർക്കും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമാണ്, ആർക്കും എവിടെയും പോകണ്ട. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോഴേക്കേ ചോറ് വേണ്ടു. അതുകൊണ്ട് തന്നെ വളരെ വളരെ സാവധാനത്തിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വിറകടുപ്പ് തന്നെ യൂസ് ചെയ്തത്. കാരണം തിരക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയായി. ഞാൻ അടുപ്പൊക്കെ വേഗം കത്തുന്നുണ്ട്, നല്ല പ്ലാവിൻ്റെ വിറകുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അരി അടുപ്പത്തേക്ക് ഇടാണ് കേട്ടോ. അപ്പോൾ വിറക് വേഗം കത്തിച്ചാൽ നല്ലോണം കത്തും ചെയ്യും, നല്ല ചൂടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, അപ്പോൾ ഞാനിപ്പോൾ അരി കഴുകി അടുപ്പത്തേക്ക് ഇട്ടു. അതിന് നമ്മൾ കുറച്ച് വെള്ളവും വെച്ചു കേട്ടോ. അപ്പോഴേക്കും എന്തായിട്ടുണ്ടെന്ന് അറിയാം, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം ഒന്ന് തിളച്ചപ്പം ഞാൻ അതിൻ്റെ ആ വായല്ലേ, എന്താ കാളവായ എന്ന് പറയും ഞങ്ങൾ, ആ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. ഇനി അവിടെ ഇരുന്നിട്ട് എന്താവും, അതങ്ങനെ തിളച്ച് വെന്തോളും. ബാക്കി എല്ലാ ഭക്ഷണം ആവുമ്പോഴേക്ക് അരി വേവും. അങ്ങനെയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുക്കറിൽ പരിപ്പ് അടുപ്പത്ത് വെക്കണം. ഇപ്പം ഇന്ന് സിമ്പിളായിട്ടുള്ള കറി തന്നെയാണ് വെക്കുന്നത്. പരിപ്പും തക്കാളിയും കൂടെ ഒരു കൂട്ടാനാണ് കേട്ടോ വെക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താണ്, ആ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് അരി അങ്ങനെ തിളക്കി കേട്ടോ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, പരിപ്പ് ആ വിസിൽ വന്നു കേട്ടോ. പിന്നെ പരിപ്പ് വെന്ത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്തു, അവിടെ ചീനച്ചട്ടി വെച്ചു കേട്ടോ. ആ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഉപ്പേരി വെക്കുകയാണ്. അപ്പോൾ ഉപ്പേരിക്കൊക്കെ ഞാൻ തലേന്നേ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഷ്ണം നുറുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ തലേന്ന് അരിഞ്ഞ പിന്നെ ബാക്കിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിറ്റേന്ന് അതുകൊണ്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചത്. കായും പയറുമായിരുന്നു. അപ്പോൾ കായും പയറും കഴിഞ്ഞ ദിവസം മെഴുക്ക് പുരട്ടി വെച്ചപ്പോൾ മോനേട്ടൻ പറഞ്ഞാൽ അത് അത്ര ഇഷ്ടമായില്ല എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വറവൊക്കെ ഇട്ടിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചീനച്ചട്ടിയിൽ കടുകും മുളകും കരുവേപ്പിലയും ഒക്കെ ഇട്ട് വറക്കാനെടുത്തിട്ട് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച കായും പയറും ഇട്ടിട്ട് ഉപ്പേരിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോ. കുറഞ്ഞ അളവിൽ വെള്ളം ഒഴിച്ചിട്ടോ, ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചില്ല. കാരണം അതൊന്ന് വേവാനുള്ള, രണ്ടിനും വലിയ വേവൊന്നുമില്ലല്ലോ. അപ്പോൾ കുറഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് അത് മൂടി അടച്ചവിടെ വെച്ചു കേട്ടോ. അപ്പോൾ അത് അടച്ചു വെച്ച് ആ സമയം കൊണ്ട് ഞാൻ എന്ത് പോയി, തക്കാളി നുറുക്കി വെച്ചാൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ച് വരുമ്പോഴേക്ക് എന്തായി, നമ്മുടെ ഉപ്പേരി റെഡിയായി. ഉപ്പേരി റെഡിയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ആ വെന്ത പരിപ്പ് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ചേർത്തു. കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. പിന്നെ അതിൽ തന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടു. അങ്ങനെ ഇട്ട് അത് അടച്ചു വെച്ച് അത് പിന്നെ എന്താ പറയുക, കുക്കർ പിന്നെ വെറുതെ അടച്ചു വെച്ചതേ ഉള്ളൂ, വിസിലൊന്നും പോക്കിയില്ല. അങ്ങനെ അടച്ചു വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, തേങ്ങ അരച്ചെടുത്തു കേട്ടോ. തേങ്ങ ജീരകവും മാത്രമാണ് അരച്ചത്. അപ്പോഴേക്ക് ചോറ് അരി വെന്തോന്ന് ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അരി ഇങ്ങനെ ഏകദേശം വേവ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല തീയാണ്, നല്ല ചൂടും ഉണ്ടാവും കേട്ടോ. നമ്മൾ അവിടെ കത്തിച്ചാൽ ഇവിടെ തന്നെ നല്ലോണം തിളയ്ക്കുന്നുണ്ട് അരി. അപ്പം പിന്നെ എന്ത് ചെയ്തു, ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ ഞാൻ വിചാരിച്ചു വറവിടാൻ, വെറുതെ കരണ്ടി എടുക്കേണ്ട ആവശ്യമില്ല, ഈ ചീനച്ചട്ടി തന്നെ ആക്കാന്ന് കേട്ടോ. എനിക്ക് ഈ അടുപ്പിൽ വെക്കുമ്പോൾ എന്താ അറിയോ, പാത്രം കഴുകാൻ വളരെ കുറവായിരിക്കും. ഞാൻ ഈ 1-2 പാത്രങ്ങളൊക്കെ കൊണ്ട് തന്നെ എല്ലാ കാര്യവും ഒപ്പിക്കും. അപ്പോൾ എനിക്ക് പാത്രം അധികം കഴുകാണ്ടാവില്ല. പക്ഷേ ഗ്യാസിലാണ് വെക്കുന്നത് വെച്ചാൽ എനിക്ക് ഒരുപാട് പാത്രം ഉണ്ടാവും കേട്ടോ കഴുകാൻ. ഇതാണെങ്കിൽ ആ ഒരു കുക്കറും ആ ഒരു ചീനച്ചട്ടി കൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യവും ഒപ്പിക്കും. അങ്ങനെ ഞാൻ വറവിട്ട് അതിലേക്ക് എന്ത് ചെയ്തു, തക്കാളിയും പരിപ്പും വെന്തത് ആ വറവിലേക്കിട്ട് അതിൽ ഞാൻ എന്ത് ചെയ്തു, തേങ്ങയും ജീരകമൊക്കെ അരച്ചതും ചേർത്ത് കരുവേപ്പില ഇട്ട് പിന്നെ ആ കറി ഒന്ന് ചൂടാക്കി ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു കേട്ടോ. അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു അറിയോ, ആ കുക്കർ പോയി കഴുകി വന്നു. ആ കുക്കറിലേക്ക് ഞാൻ എന്ത് ചെയ്തു, മമ്പയർ കഴുകിയിട്ടു. മമ്പയർ പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോട്ടീൻ ഒന്നും ഇല്ല അന്ന് രാവിലെ, അതായത് രാവിലെയും പ്രോട്ടീൻ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഞാൻ വെച്ച് ഉച്ചയ്ക്ക് ചോറിന് കുറച്ച് വൻപയർ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതുമുണ്ട്. അപ്പോൾ വൻപയർ തോരനും വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെന്ത് ചെയ്തു, കുക്കർ അടച്ചു വെച്ചു. അതും എന്തായി, ആവി വന്നു കേട്ടോ. അപ്പം ആ ആവി പോകുന്ന പ്രഷർ നമ്മുടെ വിസിൽ വന്നു. ആവി പോകുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വേഗം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് പപ്പടവും കുറച്ച് കയ്പ്പൊക്കെ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. കാരണം ഇന്ന് എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇന്ന് ഉപ്പേരിയും കയ്പ്പൊക്കെ കൊണ്ടാട്ടവും, പിന്നെ 2 തരം ഉപ്പേരി, കയ്പ്പൊക്കെ കൊണ്ടാട്ടം, പപ്പടം, കൂട്ടാൻ, ഉപ്പയും തൈര് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോഴേക്ക് ഈ അടുപ്പിലാകുമ്പോൾ എന്താ പറയുക, വേഗം ആവും കേട്ടോ. എത്ര പെട്ടെന്ന് അറിയാവുക, എല്ലാം നമ്മൾ സെറ്റാക്കി വെക്കണം.
എന്നാൽ പിന്നെ ഈ അടുപ്പ് കൊണ്ട് വേഗം കഴിക്കാൻ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ടാണ് കേട്ടോ ഭക്ഷണമൊക്കെ ഏകദേശം ആക്കിയത്. കാരണം ഞാനൊരു 9:50 ആകുമ്പോഴാണ് തുടങ്ങി. 9:45, 9:50 ഒക്കെ ആകുന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നു ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയത്. കാരണം അത്രയും പതുക്കെയാണ് തുടങ്ങിയത്. രാവിലത്തെ ചായയും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ എന്താ പറയുക കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് പാത്രമൊക്കെ തേച്ച് അങ്ങനെ രാവിലത്തെ ഭക്ഷണത്തിൻ്റെ പാത്രമൊക്കെ തേച്ച് പിന്നെ അങ്ങനെയാണ് കേട്ടോ ഇരുന്നത്. അപ്പം അങ്ങനെ പിന്നെ അങ്ങനെയും അത്രയും സാവധാനമാണ് തുടങ്ങിയത്. എന്നിട്ടും 1 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് എൻ്റെ എല്ലാ ഭക്ഷണ കാര്യങ്ങളും ഒക്കെ 1.25 മണിക്കൂർ എടുത്തിട്ടില്ല കേട്ടോ എല്ലാം ആയി. അപ്പം ഞാൻ എന്ത് ചെയ്തു അത് വറവിടാൻ വെച്ചു കേട്ടോ. ഉപ്പേരിയും കൂടെ അത് വറവിട്ടെടുക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് കടുകും മുളകും കരുവേപ്പിലയൊക്കെ ഇട്ട് അതിലേക്ക് ഉള്ളിയില്ലേ നമ്മുടെ ചെറിയ ഉള്ളിയും പിന്നെ അങ്ങാടി മുളക് പറയും അതും കൂടെ ചതച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ആ വൻപയർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് തേങ്ങയൊന്നും ഇട്ടില്ല കേട്ടോ. ഉള്ളിയൊക്കെ ഇട്ടതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതും ആ സമയം കൊണ്ട് തന്നെ ആയിട്ടോ. തീ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് നമുക്ക്. ആ ചൂട് ചില അതുകൊണ്ട് തന്നെ വേഗം ആവുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്കും എന്താ ഉപ്പേരി ആയി എല്ലാം ആയി. ഇപ്പോൾ കൂട്ടാൻ 2 ഉപ്പേരി പപ്പടം കാച്ചി ഇതൊക്കെ ആകുമ്പോഴേക്കും എന്തായി നമ്മുടെ അരി വെന്തു ചോറായിട്ടോ. അപ്പോൾ ഞാൻ ഉപ്പേരി വാങ്ങി വെച്ച് അവിടേക്ക് ചുക്കുവെള്ളം വെച്ചു. പിന്നെ ചുക്കുവെള്ളം കോരി കൊണ്ടച്ച് വെച്ചാണ് കേട്ടോ. ചൂടാക്കുകയല്ല തിളപ്പിക്കാൻ തന്നെ വെച്ചു. പിന്നെ ആ ചെറിയ കളവായിലേക്ക് വേറൊരു പാത്രത്തിൽ വെച്ചിട്ടു, അല്ലെങ്കിൽ അവിടെയൊക്കെ പുകയാവുമല്ലോ. അപ്പോഴേക്കും അരിയും വാർത്ത് ഞാൻ അരി വാർത്തു കേട്ടോ. 1 മണിക്കൂർ കൊണ്ട് അരി വെന്തു എല്ലാ പണിയായി എല്ലാം കഴിഞ്ഞു. ഉപ്പേരി പിന്നെ ഞാൻ എന്താ ചെയ്തറിയാം എല്ലാ സാധനങ്ങളും വെച്ച സാധനങ്ങളൊക്കെ ഒഴിച്ചു വെച്ചു. ചോറ് ഒഴിച്ചു വെച്ചിട്ടില്ല കേട്ടോ. എല്ലാ പാത്രങ്ങളും പാത്രവും കഴുകാൻ കുറവായി. മറ്റേതാണെങ്കിൽ ഒരുപാട് പാത്രം ഉണ്ടാവും. അപ്പോൾ പാത്രമൊക്കെ കഴുകാൻ കുറവായി. അപ്പോൾ അത് കൂട്ടാനും 2 ഉപ്പേരിയും പപ്പടവും പിന്നെ കയ്പ്പക്ക കൊണ്ടാട്ടും ചോറും ഒക്കെ റെഡി ആയിട്ടോ. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു നമ്മൾ വെച്ച അടുപ്പൊക്കെ ഒന്ന് നല്ലോണം തുടച്ചു വിട്ടു കേട്ടോ. കണ്ടില്ലേ നല്ല ക്ലീനായി. ഭക്ഷണം വെച്ചു എന്ന് തോന്നാത്തകം വൃത്തിയായിട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടില്ലേ നല്ല വിറകടുപ്പിൽ വെച്ച നല്ല നാടൻ ഉച്ചയൂണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പറയണം. ഇഷ്ടമാവുകയാണെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും എല്ലാം പറയണേ. അപ്പോൾ ഞാൻ ഇവിടെ നിർത്തട്ടെ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.